ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അജിത എസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2004 ഫെബ്രുവരി 20 ഞാൻ ഉടമ്പടി എടുക്കുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാതാവിൻ്റെ കൃപ ലഭിക്കുകയുണ്ടായി. എൻ്റെ മകള് പെട്ടെന്ന് കഴിഞ്ഞ വർഷം ജൂൺ 17 സ്കൂളിൽ വെച്ച് ഇനി ബാധിച്ചു. പിന്നെ പെട്ടെന്ന് അവൾ ഫിക്സ് വന്നു. പനി കൂടിയിട്ട് ഞങ്ങൾ പൂവാർ ഹോസ്പിറ്റലിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്ന് ഇമർജൻസി ആയിട്ട് കാഷ്വാലിറ്റി പ്രവേശിച്ചു. പിന്നെ സ്കാനിങ്ങും അതുമൊക്കെ ചെയ്തപ്പോൾ മോളിന് ലെംബോസൈറ്റ്സ് ചെറുതായിട്ട് ഒരു സീൻ കാണുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോ കൺസൾട്ടിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടു വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ മോളിന് പനി വീണ്ടും കുറയുന്നില്ല. ഞങ്ങൾ ബുധനാഴ്ച വരാതെ വ്യാഴാഴ്ച വീണ്ടും രാവിലെ ന്യൂറോ കൺസൾട്ടിങ്ങിന് വന്നപ്പോൾ ഡോക്ടറെ കണ്ട ടൈമിൽ ഡോക്ടർ പറഞ്ഞു, മോളെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ കാഷ്വാലിറ്റിയിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പോയി അവിടെ നിന്നാണ് വന്നതുകൊണ്ട് അവിടെ പോയി അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അഡ്മിറ്റായി. അന്ന് മുതൽ കുഞ്ഞിന് കണ്ടിന്യൂ ട്രിപ്പ് ഓണായി. അപ്പോൾ അതിന് മോളിന് രാവിലെയും രാത്രിയൊക്കെ ട്രിപ്പിൽ തന്നെയാണ്. എന്നിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞു രാത്രി 12 മണിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ഇറങ്ങി വെളിയിൽ വന്നതും ഷുഗർ 302 അതിനുശേഷം കുഞ്ഞ് വാർഡിൽ വന്നിട്ടും കുഞ്ഞിന് കണ്ടിന്യൂ ട്രിപ്പ് തന്നെ കണ്ടിന്യൂ ആയി. അപ്പോൾ എന്നിട്ടും കുഞ്ഞിന് ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ അമ്മ ട്രിപ്പ് ഡിസ്കണക്റ്റ് ചെയ്യാം. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ തന്നെ ഡിസ്കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മോളെ ബാത്റൂമിലോട്ട് കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു, ബാത്റൂമിനകത്ത് കയറിയപ്പം പറഞ്ഞു, അമ്മ എനിക്ക് വീണ്ടും സൗണ്ട് വരുന്നുണ്ട്, ഞാനിപ്പം വീഴും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുഞ്ഞ് എൻ്റെ പുറത്തുകൂടെ വീഴുന്നു. കുഞ്ഞിന് ഓർമ്മ പോയി. യൂറിനെല്ലാം പാസ് ചെയ്തു. അങ്ങനെ പിന്നെ കൊണ്ടുവന്ന് പെട്ടെന്ന് BP നോക്കിയപ്പോൾ BP ഹൈപ്പോ അടിച്ചു. മോൾക്ക് BP കുറഞ്ഞ് മോള് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആർക്കും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് നോറഡ് ഇടാറില്ല. എന്നിട്ടും എൻ്റെ കുഞ്ഞിന് നോറഡ് ഇട്ട് 11:30 വരെ BP ഉയരും എന്ന് വിചാരിച്ച് അവർ നോക്കുകയായിരുന്നു. എന്നിട്ടും ഉയർന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ കുഞ്ഞിനെ MID ICUലോട്ട് മാറ്റണം എത്രയും വേഗം, അമ്മ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം വന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ BP കുഴപ്പമില്ല, നോർമലായി സ്റ്റേബിളായെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിനെയാണ് ആവശ്യം, കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയി കിടത്തിയപ്പം തന്നെ എൻ്റെ കുഞ്ഞിന് കഴുത്തിന് താഴോട്ട് അനക്കമില്ല. എൻ്റെ കുഞ്ഞ് പറയുന്നത്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അമ്മ എവിടെ? ഞാൻ പറഞ്ഞു, അമ്മ ഈ കർട്ടനും വെളിയിൽ തന്നെ അമ്മ നിൽപ്പുണ്ട്, മോള് പേടിക്കണ്ട. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ ചർച്ചിലെ സിസ്റ്ററിനെ വിളിച്ചു. പറഞ്ഞു, അക്ഷിതയുടെ അമ്മ കൃപാസനത്ത് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എൻ്റെ മകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേര് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. എനിക്ക് 3 പെൺകുട്ടികളാണെങ്കിലും എൻ്റെ മക്കൾ എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഒത്തിരി അസുഖങ്ങളുള്ള മോളാണ്. തൈറോയിഡും ഹാർട്ടിന് മൈലൂട്ടായിട്ട് ഹോളും പിന്നെ വൈറ്റമിൻ D3 കുറവും ഒക്കെ അസുഖങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അമ്മ അത്ഭുതം എന്ന് പറയട്ടെ, 3ൻ്റെ അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് നോറഡ് മാറ്റി എൻ്റെ കുഞ്ഞിനെ വാർഡിലോട്ട് മാറ്റി. എന്നിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ ഫ്ലൂയിഡ് അവിടുത്തെ സിസ്റ്റർമാർ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ കുഞ്ഞിനുണ്ടായി. എന്നിട്ട് MRI എടുത്തപ്പോൾ അങ്ങനെ ഒന്നും കുഴപ്പമില്ല. ബാക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, മെനിഞ്ചൈറ്റിസിൻ്റെ ഫ്ലൂയിഡിനെ ഡിസ്പോസ് ചെയ്ത കാരണത്തിൽ. അപ്പോൾ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇപ്പോൾ അവൾക്ക് വേറൊരു അസുഖമില്ല, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അമ്മയുടെ കൃപ കൊണ്ട് അവൾ ഇപ്പോഴും
അവൾക്ക് നോർമലാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഫസ്റ്റ് അവളുടെ കാര്യം വെച്ചു. ഞാൻ 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് രണ്ടാമത്തെ ഉടമ്പടി എനിക്കൊരു ജോലി വേണമായിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചിട്ടും എനിക്ക് നേഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല മോളുടെ കാരണത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഹോം നേഴ്സായിട്ടോ എന്തെങ്കിലും എനിക്കൊന്ന് വിദേശത്ത് പോകാൻ ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞ മാസം എനിക്ക് എൻ്റെ വിസ വന്നു. ഞാൻ മെഡിക്കലിന് പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് മെഡിക്കൽ സക്സസ് ഫിറ്റ് ആകുമോ. അപ്പോൾ ഞാൻ എക്സ്റേ എടുക്കാൻ പോകുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ കാശ് രൂപ കൊണ്ട് ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഉപ്പ് ആ ഡ്രസ്സിൽ ഞാനിങ്ങനെ പുരട്ടിയിട്ടു, അകത്തോട്ട് കയറി. എൻ്റെ മെഡിക്കലും സക്സസ്സായി. എനിക്ക് സ്റ്റാമ്പിങ്ങിന് പോയി. എല്ലാ പേപ്പറും എല്ലാം 20 ദിവസം 15 ദിവസത്തിൽ നടക്കാണ്ട പേപ്പറെല്ലാം എനിക്ക് 3 ദിവസം 6 ദിവസത്തിൽ എല്ലാം സക്സസ്സായി എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഈ 17-ാം തീയതി കുവൈറ്റിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് 9:47 ഞാൻ ഇവിടെ നിന്ന് തിങ്കളാഴ്ച ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ 2-3 മാസത്തിൽ തന്നെ അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു. അത് പോയിട്ട് അവളുടെ പപ്പായ്ക്ക്, പിന്നെ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ കുറേ കഷ്ടതകളൊക്കെ വരുമെന്ന് ഇവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എൻ്റെ ചേട്ടന് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഷുഗർ ഹൈ 387 ആയി പെട്ടെന്ന്. അപ്പോൾ ചേട്ടന് വന്നിട്ട് സർജറി ചെയ്യാൻ സാധിക്കത്തില്ല പെട്ടെന്ന്. 1 മാസം വരെ പ്ലാസ്റ്റർ ഇട്ട് നോക്കിയിട്ടും സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ അഡ്മിറ്റ് ആകണമെങ്കിൽ ഷുഗർ നോർമലായാൽ മാത്രമേ സർജറി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അന്നും 347 ആയിരുന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് റിപ്പോർട്ടും പോകുന്ന ടൈമിൽ ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക, അമ്മേ എനിക്കിനി എൻ്റെ ചേട്ടനാണ് എനിക്ക് ജോലി ചെയ്ത് തരുന്നത്. അമ്മ എനിക്ക് ഒരു വരുമാന മാർഗ്ഗവുമില്ല, എൻ്റെ ചേട്ടന് സുഖം കൊടുക്കണം, സർജറി ചെയ്താൽ മാത്രമേ എൻ്റെ ചേട്ടന് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പോയി റിപ്പോർട്ട് വാങ്ങിയപ്പോൾ 94 ആയി. അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. അപ്പോൾ സർജറി കഴിഞ്ഞു. സർജറി പിറ്റേന്ന് വീണ്ടും ഷുഗർ കൂടിയെങ്കിലും അമ്മ എനിക്ക് ആ സർജറി നടത്തി തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ സ്റ്റിച്ചൊക്കെ പഴുത്തു. അപ്പോഴും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മയുടെ തൈലവും പുരട്ടി കൊടുത്ത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വർഷമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ ഞാൻ ഹോസ്പിറ്റലായിരുന്നിട്ട് പോലും അവിടെ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മെഴുകുതിരി കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പത്രം വാങ്ങിയിട്ട് പോയി. അന്ന് തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ മകളിന് എനിക്ക് കിട്ടിയ കാര്യവും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പത്രം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഒരമ്മയ്ക്ക് പെട്ടെന്ന് ന്യൂമോണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പിറ്റേന്ന് കുളിച്ച് ഞാൻ ഉപവാസം എടുത്ത് ഉടമ്പടി തൈലയും കൊണ്ട് അമ്മയുടെ വീട്ടിൽ പോയി അമ്മയ്ക്ക് പുരട്ടി കൊടുത്തു. അമ്മയ്ക്ക് സുഖമുണ്ട്. അമ്മ പറഞ്ഞു എനിക്ക് ഈ തൈലം പുരട്ടിയതിന് ശേഷം എൻ്റെ കണ്ണിന് കാഴ്ച വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ മരുമകൾക്ക് തലച്ചോറിൽ വെള്ളം കെട്ടി സർജറി വേണം, സ്കാൻ ചെയ്ത് സർജറിക്ക് റെഡിയാകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ഉടമ്പടി എടുക്ക്, ഉടമ്പടി കൃപാസന അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചേക്ക്. അപ്പോൾ അതേപടി അവർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നു ഇങ്ങനെ ഒരു കാര്യമേ ആ തലച്ചോറിനില്ല. അങ്ങനെ ഒരു വലിയ അത്ഭുതം അമ്മ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ ഇവിടെ ഒന്നും ഉടമ്പടി എടുത്തില്ല, പക്ഷേ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഒത്തിരി പേരോട് എനിക്ക് കിട്ടിയ കൃപകൾ, അനുഗ്രഹങ്ങൾ ഈ 3 മാസത്തിൽ തന്നെ അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു. അതെല്ലാം ഞാൻ പറഞ്ഞു.